നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല, ഒരിക്കലുമല്ല. ഇറാൻ തകരും. പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും. അറബ് രാജാവ് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി. നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശ്നം അവസാനിക്കൂല. അറബ് ലോകം മുഴുവനും തകരും. അരക്ഷിതാവസ്ഥ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടും. അത് എന്ന് വരുമെന്നുള്ള ബേജാറിലാണ്. മഹദി വരണമെങ്കിൽ നിന്റെ അധികാര തമ്പുരാക്കന്മാർ തകരണം, അല്ലാതെ മഹദി വരൂല. എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മഹദി വരണം, നടക്കൂല. കോഴിമുട്ടയുടെ തോട് പൊട്ടാതെ കുട്ടിയെ കിട്ടണം എന്ന് പറയും പോലെ ആയിരിക്കും എന്ത് ഈ അധികാര ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെയും മഹദി വരണം. നമ്മൾക്ക് മഹത്തായ സൗദി സർക്കാർ നിലനിന്നുകൊണ്ട് മഹദി വരണം, നടക്കൂല. ലാ യഖ്റുജുൽ മഹ്ദിയു ഹത്താ യസൂല മുൽകുൽ അറബ് എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്ന് തരിപ്പണമാകാതെ ഒരിക്കലും മഹദി പുറത്തു വരികയില്ല. പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കുട്ടിയെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് കോഴിമുട്ട പൊട്ടണം. കോഴിമുട്ട പൊട്ടാതെ കോഴിക്കുട്ടിയെ കിട്ടാനുള്ള വഴി PC സർക്കാരിനെ പോലത്തെ മജീഷ്യന്മാർക്ക് അറിയായിരിക്കും, എനിക്കറിയില്ല. മനസ്സിലായില്ല? അറബ് രാജാധികാരങ്ങൾ തകർന്ന തരിപ്പണമാകാതെ മഹദി പുറത്തു വരികയില്ല. അത് തകരുകയും ചെയ്യും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല, ഒരിക്കലുമല്ല. ഇറാൻ തകരും. പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും. അറബ് രാജാവ് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി. നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശ്നം അവസാനിക്കൂല. അറബ് ലോകം മുഴുവനും തകരും. അരക്ഷിതാവസ്ഥ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടും. ആ അരക്ഷിതാവസ്ഥയിലെ മഹദി വരും. അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്കറിയൂല. എനിക്ക് ഇത്ര കൊല്ലം കൊണ്ട് നടക്കണം എന്ന ആവശ്യവും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം കൊണ്ട് മഹദി വരണമെന്ന് എനിക്കില്ല. ഇപ്പോൾ മഹദി വരരുതേന്ന് എനിക്ക് വരൂല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കലും അടുത്തൊന്നും മഹദി വരൂല. മഹദി വരണമെങ്കിൽ അറബ് ഇംപീരിയലിസം തകരണം, അല്ല വരൂല. എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം. ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം കെഞ്ചണം. അത് അടുത്തൊന്നും സംഭവിക്കൂല, അല്ലാതെ മഹദി വരൂല. ഒരു നേരത്തെ അന്നം. അങ്ങനെയാണ്. കോടാനക്കോടി സ്വർണ്ണഖനികൾ സ്വന്തമാക്കുന്നതിനേക്കാൾ ഒരു അറബിക്ക് ആഗ്രഹം ഒരു റൊട്ടി കഷ്ണം കിട്ടലായിരിക്കും. അപ്പോഴേ മഹദി വരും. ഒരു സൗദിക്ക്, ഒരു UAE-ക്കാരന്, ഒരു അറബിക്ക് ഒരു കഷ്ണം റൊട്ടിയായിരിക്കും എന്ത് സ്വർണ്ണമലകൾ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം. അങ്ങനത്തെ ഒരു കാലത്ത് മഹദി വരിക. അത്രയും എക്കണോമിക്കലി അവർ തകർന്നു. രാജാവാകാൻ ഒരാൾ കിട്ടൂല. അപ്പോഴാണ് വലിച്ചു കൊണ്ടുവരിക ജനം ഒരാളെ. അയാളാണ് മഹദി. ഇന്നിപ്പോ ആളുകൾ അടികൂടുക രാജാവാകാൻ. രാജാവാകാൻ കൊതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് അറബ് നേതാക്കന്മാരെ എനിക്കറിയും. അവർ രാജാവാകാൻ കൊതിച്ചു എന്നതുകൊണ്ട് അവർ അധികാര കസേര കുതിച്ചപ്പോൾ അവർ അതിന്റെ പേരിൽ തന്നെ അവർ ഇരുമ്പൊഴിക്കളിൽ ഉള്ളിലായി. ഇനിയൊരു കാലം വരും, അക്കാലത്ത് രാജാവാകാൻ ഒരാൾ കിട്ടൂല അറബ് ലോകത്ത്. അപ്പോൾ ഒരാളെ വലിച്ചിട്ട് കൊണ്ടുവരും ജനം. അയാളാകട്ടെ കാര്യം നിർബന്ധിതൻ. നിങ്ങൾ രാജാവാകണം എന്നറിയും, ഒരിക്കലല്ല എന്നറിയും. നിർബന്ധിക്കും. അങ്ങനെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് അയാളുടെ കയ്യിലേക്ക് ജനങ്ങൾ വീഴും. അയാളാണ് മഹദി. സത്യമാണ്. അതെങ്ങനെ ഇപ്പൊ വരിക? നിങ്ങളെ കണക്ക് എന്ത് കണക്കങ്ങളീ പറയുന്നത്? അപ്പൊ ഇവിടെ എന്താ ഞാൻ ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം എന്താ പറയുക? പാണ്ഡിത്യം, അറിവ് നിന്നാണ്, ആ അറിവിൽ നിന്നാണ് ഈ കവിതകൾ വരുന്നത്. ഇത് മാറൂല. അറിവ് എന്നാൽ ധാരണയല്ല. നമ്മൾ ഇന്ന് ധാരണകളെ അറിവാണെന്ന് പറയാണ്. ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം ഒരിക്കലും അറിവല്ല. എന്തുകൊണ്ട്?
അത് സാഹചര്യത്തിനനുസരിച്ചും കണ്ടെത്തലിനനുസരിച്ചും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടത് ധാരണകളാണ്. ഭൗതിക ശാസ്ത്രം ധാരണകളാണ്. അറിവ് എന്നാൽ പറഞ്ഞോളി, കേട്ടോളി, അറിവിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ. അറിവ് എന്നാൽ അൽ ഇഅ്തിഖാദുൽ ജാസിമുൽ ലദീ ലാ യഖ്ബലു തഗയ്യുറ, ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത ശരിയായ കൃത്യമായ ഉറപ്പായ വിശ്വാസത്തിനാണ് അറിവ് എന്ന് പറയും. ഒന്നും രണ്ടാണ്, അത് അറിവാണ്. മാറൂല, ഒരിക്കലും മാറൂല. അത് യഖീനാണ്, യഖീനിയാത്തിൽപ്പെട്ടതാണ്. എന്ത്? 1 2 2 2 4 4 4 8 8 8 16. ഇത് അറിവാണ്. മറ്റൊക്കെ മാറാം. അത് വളരെ കൃത്യമാണ്. അത് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും പുസ്തകം കുറക്കാവുന്ന സാധനം മാത്സ് ആണ്. പക്ഷെ ഇന്നിപ്പോ മാത്സിനെയും കൂട്ടി വേറുള്ളതൊക്കെ മാത്സിലേക്ക് തിരികെ കയറ്റി. മാത്സിലേക്ക് പലതിനെ തിരികെ കയറ്റിട്ട് മാത്സിന്റെ ശുദ്ധത നഷ്ടപ്പെടുത്തി. മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അതിന് ഏറ്റവും കുറഞ്ഞ പുസ്തകവും മതി, ഏറ്റവും കുറഞ്ഞ പുസ്തകം മതി മാത്സിന്. കാരണം എന്തുകൊണ്ട്? യഖീനിയാത്താണ്. യഖീനിയാത്ത് എപ്പോഴും കുറവായിരിക്കും. പിന്നെ അതിലേക്ക് റന്നിയാത്തിനെ കടത്തി കൂട്ടി കിട്ടും. പക്ഷെ അടിസ്ഥാനം മാത്സ് എന്ന് പറഞ്ഞാൽ സത്യമാണ്, ഒരിക്കലും മാറൂല. അത് ഇൽമുമാണ്. 1 2 അത് ഇൽമാണ്, അറിവാണ്. അതേസമയത്ത് സർ ഐസക് ന്യൂട്ടൻ പറഞ്ഞിടത്ത് എത്ര വട്ടം നമ്മൾ ശാസ്ത്രം മാറ്റി മാറ്റി പറഞ്ഞു. അതിനെ അറിവാണെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രകാരനെ പേച്ചിട്ടുള്ളൂ, ന്യൂട്ടന് പോലും പേച്ചിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. അപ്പൊ ഇതാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി ഇമാം ശാഫിഈ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന തീരുമാനത്തിനെതിരെ നിങ്ങൾക്ക് ഹദീസ്, ശരിയായ ഹദീസുകൾ വേറെ കിട്ടിയാൽ അവിടെയായിരിക്കും എന്റെ മദ്ഹബ് ഉണ്ടാവുക, ഞാൻ മരിച്ചു പോയാലും. കാരണം ഞാൻ ആരാണ്? ഞാൻ മനുഷ്യനാണ്. ഇങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട, അത് കൃത്യാണ്. ചില ആളുകളെ അർത്ഥം വെച്ചു ഇനി അതിനേക്കാൾ വലിയ ഹദീസ് കിട്ടാനില്ല എന്നാണ് ഇമാം ഷാഫി പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ പറയണ്ട. അറിവ് മുഴുവനും കൂടി ഷാഫിക്ക് കിട്ടിയെന്ന വാദം ശരിയല്ല. അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് നാം മനസ്സിലാക്കിയെടുത്തോളം ഇമാം ഷാഫിക്ക് കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ അപ്പുറത്തും ഒരു അറിവ് വന്നേക്കാം. നമ്മൾ എപ്പോഴും എന്തിനും നമ്മൾ അതിശയോക്തി കലർത്തും. അതാണ് നമ്മളെല്ലാ കാര്യത്തിലുള്ളത്. ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വ മർദൂദുൻ, ആര് പറഞ്ഞതിലും ശരിയായതും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാകും. ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ, അങ്ങനെ 2 കാര്യമില്ല. ഇത് ഇമാം മാലിക്കിന്റെ വാക്ക. മനസ്സിലായില്ല എന്താ പറഞ്ഞത്? ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വ മർദൂദുൻ, ആര് പറഞ്ഞാലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാവും. ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബരി, ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെയില്ല. സ്വീകരിക്കപ്പെടേണ്ടതേ ഉള്ളൂ, തള്ളപ്പെടേണ്ടത് ഇല്ല. എവിടെ വെച്ചത് പറഞ്ഞത്? എന്റെ ഖബരി ഷരീഫിൽ മുസ്തഫ, പുണ്യ റസൂലുള്ളാഹിയുടെ ഖബർ ഷരീഫിന്റെ തൊട്ടടുത്ത് വെച്ച് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. അതൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ എന്നതുപോലെ അറിവിന് മാറ്റില്ല, അറിവിന് മാറ്റില്ല. ഞാനിത് പറയാനുള്ള കാരണം എന്താ? ഈ കവിയും മറ്റ് കവികളും തമ്മിൽ, കവി വളരെ മുന്നോട്ട് പോയ കവിയാണ്. അപ്പൊ ആ വാക്കുകൾക്ക് തന്നെ വലിയ ചില വാക്കുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. എന്തുകൊണ്ട്? നമ്മുടെ അറിവും ധാരണയും അവിടേക്ക് എത്തിയിട്ടില്ല, എത്തുന്ന പോലും എനിക്ക് തോന്നുന്നില്ല. ഇത് അറിവാണ്, വല്ലാത്ത ഉൾജ്ഞാനം കിട്ടിയ കവിയാണിത്. എന്നെ അടിമപ്പെടുത്തി ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൗഖൻ, പ്രേമത്താൽ, വഅസ്സ ലിഖാഉഹു, ആ ആളെ കണ്ടുമുട്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. മുഹമ്മദ് നാളെ കണ്ടുമുട്ടുന്നത് വളരെ പ്രയാസമാണ്. നബിയെ കണ്ടുമുട്ടാൻ വല്ലാത്ത പ്രയാസം.
നബിയെ കണ്ടുമുട്ടുക എന്നത് വളരെ വലിയ പ്രയാസമായ കാര്യം. അത് കാണേണ്ടത് പോലെ കാണണം. അത് ഈ കണ്ടുമുട്ടാൽ നിങ്ങളെ സ്വപ്നതുമല്ല. സ്വപ്നം ഏത് ജാലിലും കിട്ടും. വാതിൽ തുറക്കും നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ. അങ്ങനെ ഒരു വാക്കുണ്ട്, ഒരു പാട്ടുണ്ട്, യൂസുഫ് അലി കേച്ചേരി. ചർച്ചിന്റെ ആൾത്താരിയിലൊക്കെ പലപ്പോഴും അത് പാടാറുണ്ട്. വാതിൽ തുറക്കു നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ. ഇത് യൂസുഫ് അലി 25-30 കൊല്ലം മുമ്പ് എഴുതിയ പാട്ടാ. യൂസുഫ് അലി മരിച്ചല്ലോ അല്ലേ? കേച്ചേരി മരിച്ചു. നല്ല കവിയായിരുന്നു. വാതിൽ തുറക്കുമേ നീ കാലമേ. അതൊരു സ്നേഹത്തിന്റെ പട്ടുനൂലും അതിലുണ്ട്. എന്തുകൊണ്ടെന്നറിയാം, ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ചർച്ചിന്റെ ആൾത്തരകളിൽ മുഴങ്ങിക്കേട്ട പാട്ട് ഒരു മുസ്ലിം എഴുതിയ പാട്ടാ. പഠിച്ചവന്റെ നിയോഗങ്ങളാണ് അതൊക്കെ. ഗുരുവായൂർ നടയിൽ ഏറ്റവും കൂടുതൽ അന്ന് ഗുരുവായൂർ നടയെ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ ഒരു ക്രിസ്ത്യാനി പാടിയ പാട്ടാ യേശുദാസ്. അതൊക്കെ ചരിത്രത്തിന്റെ നിയോഗങ്ങളാണ്, മനുഷ്യന്റെ അതിരില്ലാത്ത ബന്ധങ്ങളുമാണ്. അതിലൊക്കെ ഒരുപാട് നന്മണ്ട് തിരിച്ചു വരും. അപ്പൊ ഈ പറയുന്നത് വാതിൽ തുറക്കു നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്ന് പറയുന്നത് യേശുവിനെ പറ്റിയ. അതായത് വാതിൽ തുറന്ന് പുറകോട്ട് പോവുകയാണ് കവി. അപ്പൊ കവിക്ക് എത്ര വാതിൽ തുറക്കണം? മിനിറ്റുകൾ തുറക്കുകയാണെങ്കിൽ എത്ര വാതിൽ എന്ന് പറയാൻ പറ്റൂല. ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 2000 × 365. മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ 2000 × 365 × 24. മിനിറ്റുകൾ എന്ന് പറഞ്ഞാൽ 2000 × 365 × 24 × 60. സെക്കൻഡുകൾ എന്ന് പറഞ്ഞാലോ 2000 × 365 × 24 × 60 × 60. പുറകോട്ട് പോകണം, ഓടുകയാണ് കവി, ഓടുക. വാതിൽ തുറക്കും ഈ കാലമേ കണ്ടോട്ടെ. ആ കാഴ്ച ഒറിജിനാലിറ്റിയാ, അത് കവി കൊതിക്ക. അതാണ് ഈ പറയുന്നത്. ഈ ആളെ കണ്ടുകിട്ടുക എന്നത് പ്രയാസമാണ്. കവിക്ക് അങ്ങനെ ഓടാൻ കഴിയും, വ്യക്തികൾക്ക് കഴിയാത്തയില്ല. വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. അങ്ങനത്തെ വ്യക്തികൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിട്ട് നബിയുടെ സദസ്സിൽ ഇരിക്കാനും ചിലപ്പോൾ കവിക്ക് കഴിയും. ചിലപ്പോൾ ഈ കവി മഹ്ദി ഇമാമിന്റെ മുന്നിൽ പോയിരിക്കും. മഹ്ദി ഇനി എന്നോ ആയിരിക്കും വരിക. മഹ്ദി എന്ന് വരുമെന്നുള്ള ബേജാറിലാണ്. മഹ്ദി വരണമെങ്കിൽ നിന്റെ അധികാര തമ്പുരാക്കന്മാർ തകരണം, അല്ലാതെ മഹ്ദി വരൂല. എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മഹ്ദി വരണം, നടക്കൂല. കോഴിമുട്ടയുടെ തോട് പൊട്ടാതെ കുട്ടിയെ കിട്ടണം എന്ന് പറയും പോലെ ആയിരിക്കും എന്ത് ഈ അധികാര ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെയും മഹ്ദി വരണം. നമ്മൾക്ക് മഹത്തായ സൗദി സർക്കാർ നിലനിന്നുകൊണ്ട് മഹ്ദി വരണം, നടക്കൂല. ലാ യഖ്റുജുൽ മഹ്ദിയു ഹത്താ യസൂല മുൽക്കുൽ അറബ് എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്ന് തരിപ്പണമാകാതെ ഒരിക്കലും മഹ്ദി പുറത്തു വരികയില്ല പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കുട്ടിയെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് കോഴിമുട്ട പൊട്ടണം. കോഴിമുട്ട പൊട്ടാതെ കോഴിക്കുട്ടിയെ കിട്ടാനുള്ള വഴി PC സർക്കാരിനെ പോലത്തെ മജീഷ്യന്മാർക്ക് അറിയായിരിക്കും, എനിക്കറിയില്ല. മനസ്സിലായില്ല? അറബ് രാജാധികാരങ്ങൾ തകർന്ന തരിപ്പണമാകാതെ മഹ്ദി പുറത്തു വരികയില്ല. അത് തകരുകയും ചെയ്യും. നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല, ഒരിക്കലുമല്ല. ഇറാൻ തകരും, പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും. അറബ് രാജാവ് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി. നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശ്നം അവസാനിക്കൂല. അറബ് ലോകം മുഴുവനും തകരും.
അരക്ഷിതാവസ്ഥ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടും. ആ അരക്ഷിതാവസ്ഥയിലെ മഹദി വരും. അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്കറിയൂല. എനിക്ക് ഇത്ര കൊല്ലം കൊണ്ട് നടക്കണം എന്ന ആവശ്യവും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം കൊണ്ട് മഹദി വരണമെന്ന് എനിക്കില്ല. ഇപ്പോൾ മഹദി വരരുതേന്ന് എനിക്ക് വരൂല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കലും അടുത്തൊന്നും മഹദി വരൂല. മഹദി വരണമെങ്കിൽ അറബ് ഇംപീരിയലിസം തകരണം, അല്ല വരൂല. എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം. ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം കെഞ്ചണം. അത് അടുത്തൊന്നും സംഭവിക്കൂല, അല്ലാതെ മഹദി വരില്ല. ഒരു നേരത്തെ അന്നം അങ്ങനെയാണ്. കോടാനക്കോടി സ്വർണ്ണഖനികൾ സ്വന്തമാക്കുന്നതിനേക്കാൾ ഒരു അറബിക്ക് ആഗ്രഹം ഒരു റൊട്ടി കഷ്ണം കിട്ടലായിരിക്കും. അപ്പോഴേ മഹദി വരും. ഒരു സൗദിക്ക്, ഒരു UAE-ക്കാരന്, ഒരു അറബിക്ക് ഒരു കഷ്ണം റൊട്ടിയായിരിക്കും എന്ത് സ്വർണ്ണമലകൾ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം. അങ്ങനത്തെ ഒരു കാലത്ത് മഹദി വരിക. അത്രയും എക്കണോമിക്കലി അവർ തകർന്നു. രാജാവാകാൻ ഒരാൾ കിട്ടൂല. അപ്പോഴാണ് വലിച്ചു കൊണ്ടുവരിക ജനം ഒരാളെ. അയാളാണ് മഹദി. ഇന്നിപ്പോ ആളുകൾ അടികൂടുക രാജാവാകാൻ. രാജാവാകാൻ കൊതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് അറബ് നേതാക്കന്മാർ എനിക്കറിയും. അവർ രാജാവാകാൻ കൊതിച്ചു എന്നതുകൊണ്ട് അവർ അധികാര കസേര കുതിച്ചപ്പോൾ അവർ അതിന്റെ പേരിൽ തന്നെ അവർ ഇരുമ്പൊഴിക്കളിൽ ഉള്ളിലായി. ഇനിയൊരു കാലം വരും, അക്കാലത്ത് രാജാവാകാൻ ഒരാളെ കിട്ടൂല അറബ് ലോകത്ത്. അപ്പോൾ ഒരാളെ വലിച്ചിട്ട് കൊണ്ടുവരും ജനം. അയാളാകട്ടെ കാര്യം നിർബന്ധിതൻ. നിങ്ങൾ രാജാവാകണമെന്ന് അറിയൂ, ഒരിക്കലല്ല എന്നറിയും. നിർബന്ധിക്കും. അങ്ങനെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് അയാളുടെ കയ്യിലേക്ക് ജനങ്ങൾ വീഴും. അയാളാണ് മഹദി. അതൊക്കെ സത്യമാണ്. അതെങ്ങനെ ഇപ്പൊ വരിക? നിങ്ങളുടെ കണക്ക് എന്ത് കണക്കങ്ങളീ പറയുന്നത്? അപ്പൊ ഈ മഹദിയുടെ മുന്നിൽ കവിക്ക് ഇരിക്കാൻ കഴിയും. കാലത്തിനപ്പുറത്തേക്ക് ചാടും കവി. ചിലപ്പോൾ കാലത്തിന്റെ പുറകോട്ടും ചാടും. മദീന പള്ളിയിലെ കവി മദീന പള്ളിയുടെ മസ്ജിദ് ഖുബാന്റെ നിർമ്മാണത്തിൽ കവി പങ്കെടുക്കും. ബദർ യുദ്ധത്തിലും കവി പങ്കെടുക്കും. കവികൾക്ക് ഇനി കഴിയും. മനസ്സിലാണ് പറഞ്ഞത്. അത് അവര് കാലത്തുനിന്ന് പുറകോട്ട് ചാടും, മുന്നോട്ട് ചാടും. ഇത്തരം ആളുകൾക്ക് നമ്മളൊരു സ്പേസ് കൊടുക്കണം. ഇത്തരം ആളുകൾ ഭ്രാന്തന്മാരാണെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. നമ്മളുടെ ഒരു സാഹചര്യത്തിൽ ഡൈമെൻഷനിൽ നിന്ന് നമുക്ക് അവർക്ക് ഭ്രാന്താൻ തോന്നുകയാണ്. അല്ല, അവരൊക്കെ നിറഞ്ഞതാണ്, എല്ലാം നിറഞ്ഞതാണ് ഒരു സമൂഹം. ചിന്തിക്കണം. അപ്പൊ ഇവിടെ എന്താ കവി പറയുന്നത്? കവി പറയുന്നത് എന്നെ അടിമപ്പെടുത്തി ഈ പുണ്യ റസൂല്, ഈ നബി ഷൗഖൻ പ്രേമത്താൽ ഈ ആളെ കണ്ടുമുട്ടൽ വളരെ പ്രയാസമാണ്. വളരെ പ്രയാസമാണ്. ഈ തോട്ടിന്റെ അറമ്പിലും മറ്റുമൊക്കെ നമ്മൾ മൂർക്കം പാമ്പിന്റെ തോല് കിടക്കണം. പക്ഷെ അങ്ങനത്തെ സംഗതി എന്ന് പറഞ്ഞാൽ പാമ്പിനത് പ്രയാസകരമായ സംഗതിയാണ്. അതൊരു ഒരു ഘട്ടത്തിലെ അത് അതിനങ്ങനെ തൊലി മാറിപ്പോകാൻ കഴിയൂല. ഇപ്പൊ ജിന്നിന് എന്തിനും കഴിയും. യതശക്കലു ബി അഷ്കാലി മുഖ്തലിഫ, വൈവിധ്യമാർന്ന പല രൂപങ്ങളും സ്വീകരിക്കാൻ കഴിയും. പക്ഷെ ഒരു സെക്കൻഡിൽ കഴിയില്ല. വിവിധങ്ങളായ രൂപങ്ങൾ സ്വീകരിക്കാൻ, ആ രൂപങ്ങൾ സ്വീകരിക്കാൻ അവരുടെ ഒരു ഘട്ടാണ്. ആ ഘട്ടത്തിന് അവർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും. അത് ഞങ്ങൾ വിചാരിക്കും പോലെ നടക്കുന്ന കാര്യമല്ലത്. അപ്പൊ അതിന് ആ ഘട്ടത്തിലേക്ക് അവർക്ക് ഇത്തരം ഭയങ്കര പ്രയാസമാണ്. ഇയാളെ കണ്ടുമുട്ടൽ എനിക്ക് വലിയ പ്രയാസമാണ്. നമ്മൾക്ക് നബിയെ കണ്ടുമുട്ടൽ പ്രയാസമല്ല. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഒരു സ്ത്രീ എന്നോട് വന്ന്, വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ദാറുൽ ഖുർആനിൽ വന്ന ഒരു സ്ത്രീ, ഒരു വൃദ്ധയായ സ്ത്രീ എന്നോട് ആവശ്യപ്പെട്ടു, നബിയെ സ്വപ്നം കണ്ടിട്ടില്ല, നബിയെ സ്വപ്നം കാണാൻ വേണ്ടി ദുആ ചെയ്യണം.
ഞാൻ അവരോട് പറഞ്ഞു, എനിക്കതിന് ദ്വാ ചെയ്യണോ ചെയ്യണ്ടേന്ന് അറിയില്ല. ഞാൻ നിങ്ങൾക്ക് അതിന് വാക്ക് തരൂല. ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വാക്ക് തരില്ല. എനിക്ക് നബിയെ കാണണമെന്നേ ഉള്ളൂ. നബിയെ സ്വപ്നം കാണണമെന്നില്ല. അത് മരിക്കുമ്പോൾ കണ്ടാലും മതി. ഇപ്പോൾ ഞാൻ നബിയെ സ്വപ്നം കണ്ടിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എൻ്റെ ഭാര്യയോട് പറയും, ഓള് വേറെ ആളോട് പറയും, പിന്നെ 10 ആളോട് പറയും, പിന്നെ എല്ലാവരും പറയും ഉസ്താദ് നബിയെ സ്വപ്നം കണ്ട ആളാണ്. അതോടുകൂടെ എൻ്റെ എല്ലാ അമലും കൂടി പൊളിഞ്ഞു.